അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷ് വാഷ് ലിക്വിഡിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോ ആസിഫാക്കി ഫൺവേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞ നാരങ്ങ 2-3 എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള 2-3 നാരങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞ് എടുത്ത നാരങ്ങയുടെ തൊലി മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്ട് കുറവായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ 2-3 നാരങ്ങ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ലിക്വിഡിന്റെ അതേ എഫക്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോ 2-3 ഫ്രഷ് നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്ന ഒരു തൊണ്ട് ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു, അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പകുതി നാരങ്ങ 2-3 ഉണ്ട്, പിഴിഞ്ഞത് തന്നെയാണ്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോ വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ കുരുക്കളൊന്നും കളയേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ അങ്ങ് മുറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 നാരങ്ങയുടെ തൊണ്ടും അതുപോലെ തന്നെ 2 നാരങ്ങയുടെ ഫ്രഷും എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആ ഒരു റേഷ്യോയിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ പാത്രമൊക്കെ നല്ല വൃത്തിയായി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോസ് പാനിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം. പക്ഷെ അത് ഗ്യാസ് ഒരുപാട് വേസ്റ്റ് ആവും, അതുകൊണ്ടാണ് ഞാനിപ്പോ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. സോസ് പാനിലൊക്കെ ആണെങ്കിൽ ഒരു 15-20 മിനിറ്റ് എടുക്കും. പക്ഷെ കുക്കറിലാണെങ്കിൽ 2-3 വിസിൽ ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. നാരങ്ങയിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാരങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം അത് വെക്കാനായിട്ട്. അപ്പോൾ 3 വിസിൽ അടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കത് നോക്കാം. 5 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല പഞ്ഞ് പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം മാറ്റി വെക്കുക, നാരങ്ങയുടെ കൂടെ ഉള്ള വെള്ളം മാറ്റി വെക്കുക. എന്നിട്ട് നാരങ്ങ എടുത്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നാരങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം നമുക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നാരങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒന്നും ചേർക്കാതെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇതുണ്ടോ, അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 മിനിറ്റോളം അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുക്കറിലെ വെള്ളമില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നല്ലതുപോലെ കുറുകി ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കണ്ടോ. 1 മിനിറ്റ് പോലും എടുക്കത്തില്ല, നല്ലതുപോലെ അരഞ്ഞു കിട്ടും. അതിന് ശേഷം ഒന്ന് അരിച്ചൊഴിക്കണം. ആ കുക്കറിൽ തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് എനിക്ക് അരിക്കേണ്ടി വന്നിട്ടില്ല, അത്രയും തരി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇത് എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് റിൻസ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലൊരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. കല്ലുപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എനിക്ക് കല്ലുപ്പ് ഇല്ലാത്ത കാരണം ഞാൻ ഈ പൊടിയുപ്പ് ചേർത്തതാണ്. ഈ വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർക്കുന്നത് നമ്മൾ പാത്രം കഴുകുമ്പോൾ അതിലുള്ള ബാക്ടീരിയയൊക്കെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് കുറുകി വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് കുറുകി വരണം. അതുപോലെ തിളപ്പിച്ച് ഒന്ന് കുറുകിയെടുക്കണം. കട്ട പിടിക്കുകയൊന്നുമില്ല, നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും.
ഇത് തിളച്ച് വരുന്നുണ്ട്. 1.5 മിനിറ്റ് എടുത്തോളൂ. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തത്. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്നാൽ മതിയാവും. കണ്ടോ, നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്, ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാത്രത്തിൽ ഉള്ള ബാക്ടീരിയയും അതുപോലെ ജെംസും അതുപോലെ പാത്രത്തിലുള്ള ചീത്ത മണമൊക്കെ അതൊന്ന് മാറി കിട്ടാനായിട്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വിനാഗിരി, ഉപ്പും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പ്രില്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പതഞ്ഞു വരത്തില്ല. അപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ നമ്മൾ പാത്രം കഴിയുമ്പം നല്ല പതഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കുഞ്ഞ് ബോട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡിഷ് വാഷിന് പതഞ്ഞു വരത്തില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മുടെ പാത്രം നന്നായിട്ട് ക്ലീൻ ആവുകയും നല്ല മണം കിട്ടുകയും, നമ്മൾ നാരങ്ങയിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ നല്ലൊരു മണവും കിട്ടും. നല്ല പാത്രം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാം. ചെയ്തെടുക്കാമെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പകുതി നാരങ്ങയുടെ തൊണ്ടും അല്ലെങ്കിൽ ഒരു നാരങ്ങ തൊണ്ടായാലും അതിന്റെ കൂടെ 1 നാരങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇനി ഞാനതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കറിയൊക്കെ അതിൽ തേച്ച് വെച്ചിട്ടുണ്ട്. തേച്ച് വെച്ചിട്ടുള്ള പാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഡിഷ് വാഷ് കുറച്ച് യൂസ് ചെയ്ത് ഞാനതൊന്ന് തേച്ചെടുക്കുകയാണ്. അതുപോലെ തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ക്ലീനായി വന്നിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.